Hi, today we are going to discuss about the topic professional qualities of a social science teacher. ഒരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ആവശ്യമാണ്. ആ ക്വാളിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പേഴ്സണൽ ക്വാളിറ്റീസും പ്രൊഫഷണൽ ക്വാളിറ്റീസും. അതിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രൊഫഷണൽ ക്വാളിറ്റീസാണ്. എന്തൊക്കെയാണ് ഒരു ടീച്ചറിൻ്റെ പ്രൊഫഷണൽ ക്വാളിറ്റീസ്? ഫസ്റ്റ് വൺ, ഡീപ്പ് നോളജ് ഓഫ് ദി സബ്ജക്റ്റ്. The primary task of any teacher is thorough knowledge of the subject matter which the teacher will attempt to get his students to learn. ഒരു ടീച്ചർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് അവരുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ആഴത്തിലുള്ള അറിവ്. If he has no command over the subject, he shall not able to present the subject matter before the students in an interesting manner. ഇപ്പോൾ ഒരു ടീച്ചർക്ക് അവരുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിവില്ലെങ്കിൽ ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. നെക്സ്റ്റ് വണ്ണാണ് ആൻ എക്സ്പേർട്ട് ഇൻ മെത്തഡോളജി ഓഫ് ടീച്ചർ. ഒരു ടീച്ചർ എപ്പോഴും അവരുടെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ പുതിയ മെത്തേഡുകളെ പറ്റിയിട്ടും ന്യൂ ട്രെൻഡ്സിനെ പറ്റിയിട്ടും ഒക്കെ എന്തായിരിക്കണം, ബോധവാനായിരിക്കണം. ടീച്ചർ ഈസ് ആൻ എക്സ്പേർട്ട് ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ്. ഹി ഷുഡ് ബി കൺവേഴ്സൻറ്റ് വിത്ത് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ദി ന്യൂ മെത്തേഡ്സ്. നെക്സ്റ്റ് വണ്ണാണ് എ സയൻറ്റിസ്റ്റ് ആസ് വെൽ ആസ് ആൻ ആർട്ടിസ്റ്റ്. ഒരു ടീച്ചർ എപ്പോഴും, ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ എപ്പോഴും ഒരു സയൻറ്റിസ്റ്റും ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റും ആയിരിക്കണം. നെക്സ്റ്റ് വണ്ണാണ് സൗണ്ട് പ്രൊഫഷണൽ എത്തിക്സ്. ദ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ മസ്റ്റ് ഹാവ് സൗണ്ട് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് വെച്ചാൽ ഹോണസ്റ്റ് ഇൻ ഹിസ് ഇൻ്റലക്ട്, കെയർഫുൾ ഓഫ് ദി ഫീലിങ്സ് ഓഫ് അതേഴ്സ് ആൻഡ് എക്സ്ട്രീംലി ജുഡീഷ്യസ് ഇൻ ഹിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സെട്ര. നെക്സ്റ്റ് വണ്ണാണ് എ പേഴ്സൺ ഹൂ ഗ്രോസ് പ്രൊഫഷണലി. ആസ് എ സ്പെഷ്യലൈസ്ഡ് എക്സ്പേർട്ട് ഇൻ സോഷ്യൽ റിലേഷൻസ്, ദ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ഈസ് ഓഫൺ കോൾഡ് അപ്പോൺ ടു ഗിവ് സ്പീച്ചസ് ആൻഡ് റിവ്യൂ ബുക്സ്, ടു ലീഡ് ഡിസ്കഷൻസ് ഗ്രൂപ്സ് ആൻഡ് മോഡറേറ്റ് പാനൽ ഡിസ്കഷൻ. He is expected to know and keep abreast of local and state events and affairs all of the world. He must continue to improve his knowledge and to broaden his experience. He should attend in-service courses. ഒരു പ്രൊഫഷൻ നമ്മൾ കയറിയെന്ന് വെച്ചാലും നമ്മൾ ആ പ്രൊഫഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, വളർത്തിയെടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം, അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, നമ്മുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് ഇൻ സർവീസ് കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളതിൽ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. നെക്സ്റ്റ് വണ്ണാണ് ലവ് ഓഫ് ദി പ്രൊഫഷൻ. The social science teacher should feel the importance of his profession. Without an exclusive attention to his job, he would fail in bringing forth a fine harvest of young people who are able to contribute their best for the welfare of the country. നമുക്കൊരിക്കലും നമ്മളുടെ പ്രൊഫഷനോട് ഒരു ലവ് ഇല്ലെങ്കിൽ നമ്മളാണ് ഫ്യൂച്ചർ ജനറേഷൻ എന്ത് ചെയ്തുകൊണ്ട് വരുന്നത്, വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ നമ്മൾ പ്രൊഫഷനെ സ്നേഹിച്ച് നമ്മൾ ആ ഡ്യൂട്ടി നമ്മൾ ചെയ്താലേ ഫ്യൂച്ചർ ജനറേഷൻ അവരെന്ത് ചെയ്യുള്ളൂ, നമ്മളെ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് നോളജ് ഓഫ് ചൈൽഡ് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഒരു ടീച്ചർ എപ്പോഴും ചൈൽഡ് സൈക്കോളജിയെ പറ്റിയിട്ടും എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ പറ്റിയിട്ടും അറിവുള്ളവരായിരിക്കണം. ഇപ്പോൾ ചൈൽഡ് സൈക്കോളജിയെ പറ്റി അറിഞ്ഞാൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർ ഓരോ ടൈമിലും എങ്ങനെ ബിഹേവ് ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം, എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്നാണ് പ്രിപ്പറേഷൻ. പുവർ പ്ലാനിങ് ഈസ് സോ devastating in teaching social studies. Careful and systematical arrangement of the subject matter and classroom activities is conducive to creative discipline. ഒരു സോഷ്യൽ സയൻസ് ടീച്ചിങ്ങിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമാണ് പുവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. അതിൽ കെയർഫുള്ളായിട്ടുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റോട് കൂടി സബ്ജക്റ്റ് മാറ്റർ അവതരിപ്പിക്കണമെങ്കിൽ, ക്ലാസ് റൂം ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ, ഡിസിപ്ലിൻ വേണമെങ്കിൽ നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ക്വാളിറ്റിയാണ്. നെക്സ്റ്റ് വണ്ണാണ് സ്കിൽ ഇൻ ക്വസ്റ്റ്യനിങ്. ദ സക്സസ് ഓഫ് എ സോഷ്യൽ സയൻസ് ടീച്ചർ ഇൻ ദി ക്ലാസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വസ്റ്റ്യനിങ്. ശരിയാണ്. വൺ ഹൂ ക്വസ്റ്റ്യൻസ് ഫോൾട്ട്ലെസ്ലി ടീച്ചേഴ്സ് എഫക്റ്റീവ്ലി. ഒരു ടീച്ചർ നല്ല രീതിയിലായിരിക്കണം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്, ചോദിക്കേണ്ടത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മാത്രമേ ആ ക്ലാസ് എന്താവുള്ളൂ, സക്സസ് ആവുള്ളൂ എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് വണ്ണാണ് പങ്ക്ച്വാലിറ്റി. We should realize that coming late to the school and going late to the class by a social studies teacher will upset the school work and causing indiscipline. അതിൽ പറയുന്നത് നമ്മൾ സ്കൂളിൽ ലേറ്റായിട്ട് എത്തുന്നതും ക്ലാസ്സിൽ ലേറ്റായിട്ട് എത്തുന്നതും അതെന്ത് ചെയ്യും, ഡിസിപ്ലിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് പറയുന്നത്. എ ഗുഡ് ടീച്ചർ ഇൻ സോഷ്യൽ സ്റ്റഡീസ് വിൽ മേക്ക് ഇറ്റ് പോയിൻറ്റ് ടു ബി പങ്ക്ച്വൽ ഇൻ ഹിസ് വർക്ക്. നെക്സ്റ്റ് വണ്ണാണ് നോളജ് ഓഫ് ദി എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി social studies. The social studies teacher should be well aware about the aims and objectives of social studies in schools and means to achieve these goals through school program. ഒരു ടീച്ചർ എപ്പോഴും സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ എപ്പോഴും അവരുടെ എയിംസിനെ പറ്റിയിട്ടും ഒബ്ജക്റ്റീവ്സിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് അറിവുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വണ്ണാണ് യൂസ് ഓഫ് ടീച്ചിങ് ടെക്നോളജി. Various teaching aids bring clarity and vividness to social studies. The teacher in social studies should be well equipped with the modern sophisticated technology in teaching. ടീച്ചർ എപ്പോഴും എന്ത് ചെയ്യണം, സോഷ്യൽ സ്റ്റഡീസിൻ്റെ ടീച്ചർ എപ്പോഴും നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയെ പറ്റിയിട്ടും മറ്റുമൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇതൊക്കെ കുട്ടികളിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതാണ്. അവരെ കാര്യങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് യൂസ് ഓഫ് ടീച്ചിങ് ടെക്നോളജി എന്ന് പറയുന്ന ക്വാളിറ്റി അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കണം. നെക്സ്റ്റ് ആണ് മാസ്റ്ററി ഓഫ് ടീച്ചിങ് സ്കിൽസ്. എ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ഷുഡ് ബി ഹൈലി ട്രെയിൻഡ് ഇൻ ടീച്ചിങ് സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസീസ്. ഈ ടീച്ചർക്ക് ടീച്ചിങ് സ്കിൽസിൽ മാസ്റ്ററി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ടീച്ചിങ് സ്കിൽസിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിവുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ്, ഇത്രയും ക്വാളിറ്റീസ് നമുക്ക് അറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ടീച്ചേഴ്സിൻ്റെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിയാൽ നല്ല പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഉള്ളൊരു ടീച്ചേഴ്സായിട്ട് മാറാൻ നമ്മുടെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ക്വാളിറ്റീസൊക്കെ അടങ്ങിയതായിരിക്കണം ഒരു സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, താങ്ക് യു.